പ്രിയപ്പെട്ടവരെ, ഡോക്ടർ നിങ്ങളെപ്പോലെ ഒരു ഉമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന സെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുമായി സംവദിക്കുന്നത് ഡോക്ടർ സ്മിത മേനോൻ, അതേപോലെ തന്നെ നമ്മുടെ ശ്രീമതി ബീന പൂവത്തിൽ എന്നിവരാണ്. ഈ സെഷനിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് സുധീഷ് വള്ളിലാണ്. ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സെഷനിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ബീന പൂവത്തിൽ. ഇത് കൂടെ ഇരിക്കുന്നത് ഡോക്ടർ സ്മിത മേനോൻ. ഡോക്ടർ സ്മിത മേനോൻ മുല്ലശ്ശേരി എന്നാണ് മുഴുവൻ പേര്. ഡോക്ടർ ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴേ ലീവ് എടുത്ത് കമ്മ്യൂണിറ്റി മെഡിസിനിൽ PG ചെയ്യുകയാണ്. അതേപോലെ ഡോക്ടർ വെറും ഒരു ഡോക്ടർ മാത്രമല്ല, ഡോക്ടർ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ ലേഖനങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ ഇപ്പോഴുള്ള നമ്മുടെ ഈ സെഷൻ്റെ പേര് തന്നെ ഡോക്ടറെ നിങ്ങളെപ്പോലെ ഒരു ഉമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നത് കൽപ്പറ്റ നാരായണ മാഷാണ് ആ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു സെഷൻ ആ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അത് ഡോക്ടറെ അടുത്ത് ഒരു ജയിൽ പുള്ളിനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ ജയിൽ പുള്ളിയായിട്ട് ഡോക്ടർ സംസാരിച്ച്, അപ്പോൾ ആ ജയിൽ പുള്ളിൻ്റെ വിചാരങ്ങളും ഒക്കെ മനസ്സിൽ ഉൾക്കൊണ്ട്, അപ്പോൾ അവർ പോകുമ്പോൾ, ആ ജയിൽ പുള്ളി പോകുമ്പോൾ പിന്നെ ഡോക്ടറോട് പറഞ്ഞതാ, ഡോക്ടറെ നിങ്ങളെപ്പോലെ ഒരു ഉമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അത് മാതൃഭൂമി ഓൺലൈനിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ പേരും കൂടിയാണത്. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസിലെ ഡോക്ടറാണ്. ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് കമ്മ്യൂണിറ്റി മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ്. വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വടകര എല്ലാ ദിവസവും വാർത്താ ചാനലിൽ കാണുമ്പോൾ ഇത് ഷാഫി പറമ്പിലിൻ്റെ നാടാണെന്നല്ലാതെ അതിൽ കൂടുതൽ വടകരയെക്കുറിച്ച് എനിക്ക് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം അത്ര ഹൃദയവിശാലതയും അത്ര നിഷ്കളങ്കരമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് ആണ് വരുന്നതെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ഡോക്ടറായിട്ടല്ല, ഒരു മനുഷ്യ ഹൃദയത്തിന് സ്പർശിക്കുന്ന എഴുത്തുകാരിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ ഇരിക്കുമ്പോഴും ഒരു പച്ചയായ മനുഷ്യനാവാൻ എപ്പോഴും അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു OP മുറിയിൽ ഇരിക്കുമ്പോൾ ഡോക്ടറാണെങ്കിലും ഡോക്ടറുടെ മുന്നിൽ വരുന്നത് ആരാണെങ്കിലും, ജയിൽ പുള്ളിയോ സാധാരണക്കാരനോ, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഔദ്യോഗിക പോസ്റ്റുകളിലുള്ള എല്ലാവരും അവിടെ വന്ന് കാണിക്കാറുണ്ട്. DGP ലെവലിലുള്ളവരും കലക്ടറായാലും ഒക്കെ വരുന്ന സ്ഥലമാണ്. അവരാരാണെങ്കിലും ഒരു ഡോക്ടറുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അയാൾ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ആ കഥയുടെ അവലംബം എന്ന് പറയുന്നത് തന്നെ ഒരു ജയിലിലെ ഒരാളെ പോലീസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അയാൾക്ക് വയറുവേദനയാണ്, ഇവിടെ വേദനയാണ്, അവിടെ വേദനയാണ്, പലതരത്തിലും വേദനകളാണ്. പ്രഷർ നോക്കുമ്പോൾ ഹൈ പ്രഷറാണ്. വെറും ഒരു 28 വയസ്സുള്ള ഒരു മനുഷ്യന് അത്രയും പ്രഷറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അയാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അയാൾ ചെയ്ത കുറ്റം എന്താണ്? ചെറിയൊരു മോഷണമായിരിക്കാം. എന്തുകൊണ്ട് മോഷണം ചെയ്തു? മോഷണമുള്ളൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് മോഷ്ടിച്ചു. അപ്പോൾ കുറച്ചു നേരം OP മുറിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ അച്ഛൻ ഡോക്ടറാവൂലേ, ഡോക്ടർ അമ്മയും ഡോക്ടറാവൂലേ, അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറായി. എനിക്ക് നിങ്ങളെ പോലെ ഒരു ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഡോക്ടറായേനെ. അതായത് സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൂടുതൽ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ ജനിക്കുമ്പോൾ തന്നെ അയാളൊരു കള്ളനായിട്ടോ കൊള്ളക്കാരനായിട്ടോ ഒന്നുമല്ല ജനിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങളെ ഞാൻ കാണാൻ വരാട്ടോ, എൻ്റെ അസുഖം പകുതി മാറി, ഞാൻ പോവാണ്, എനിക്ക് മരുന്നും വേണ്ട ടെസ്റ്റും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആള് പോയി. അത് ആ ഒരു കഥയാണത്. അപ്പം ആ കഥയുടെ ഒരു തലക്കെട്ട് കൽപ്പറ്റ മാഷ് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ആ തലക്കെട്ട് കണ്ടപ്പോഴാണ് എന്നോട് ചോദിച്ചത്, എങ്ങനെ വടകരയ്ക്ക് ഒന്ന് വരുമോ, ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താൽ കുറച്ചു നേരം വടകരക്കാരോട് സംസാരിക്കുമെന്ന്. അതാണ് നമ്മളുടെ സാഹചര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നന്നാക്കേണ്ടത്. സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ പിന്നെ ഒരു ബുക്കുണ്ട്, ഹൃദയസ്മിതം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അതിലൊരു അധ്യായത്തിൽ
പിന്നെ രാധാലക്ഷ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാധാലക്ഷ്മി എന്ന കഥാപാത്രം ഡോക്ടർ ഒരു പേഷ്യൻ്റാണ്. അപ്പൊ ഡോക്ടർ അവരെ പിന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുകയാണ് രാധാലക്ഷ്മീനെ. അപ്പൊ രാധാലക്ഷ്മീനെ കണ്ട ഉടനെ രാധാലക്ഷ്മി ആ ഡോക്ടറെ കണ്ട ആനന്ദം കൊണ്ട് രണ്ടുപേരും ആലിംഗനം ചെയ്യാണ്. അപ്പൊ അതില് രാധാലക്ഷ്മി ലൈംഗിക തൊഴിലാളിയാണ്, ഡോക്ടറെ അടുത്ത് പിന്നെ ചികിത്സക്ക് വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഡോക്ടർ അവരെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടില് പിന്നെ കിടപ്പിലായ ഭർത്താവ്, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് രാധാലക്ഷ്മിയെ അങ്ങനെ ആക്കിയത്. അപ്പൊ അത് വായിച്ചപ്പോൾ എനിക്ക് വന്ന സംശയം, സാധാരണ ഡോക്ടർമാർ ഇത്തരം രോഗികളെ, പ്രത്യേകിച്ച് ലൈംഗിക തൊഴിലാളികളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സൊക്കെ പിന്നെ അവരെ ഒരു പൊതുസമൂഹത്തിൽ കാണുമ്പോൾ അവരോട് ഏത് രീതിയിലായിരിക്കും അവരുടെ അപ്രോച്ച്? ഇപ്പൊ ഡോക്ടറെ പോലെ തന്നെ ഇതേ രീതിയിൽ അവരോട് ലോഗ്യം ചെയ്യുകയോ? കാരണം പൊതുസമൂഹത്തിൽ എപ്പോഴും ഒരു മറ പിടിച്ചുകൊണ്ടാണ് ആൾക്കാർ നീങ്ങുന്നത്. അപ്പൊ ഡോക്ടർ ആ അധ്യായം വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതിൽ രാധാലക്ഷ്മിനെ കുറിച്ചൊക്കെ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അതായത് ഞാനൊരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ്. അപ്പൊ സർക്കാർ ആശുപത്രിയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഭൂരിഭാഗം പേരും സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ജീവിക്കുന്നവരാണ്. മറ്റൊരു മാർഗവും ഇല്ലാത്ത അങ്ങനത്തെ ആളുകളാണ് വരിക. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നതിന് ഞാൻ രാധാലക്ഷ്മി എന്ന പേര് കൊടുത്തു. ആ രാധാലക്ഷ്മി എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം ലൈംഗിക തൊഴിലാളികളുടെ പ്രതിനിധിയാണ് അവരോട് അവരുടെ അസുഖത്തിന് എനിക്കൊരു കുറിപ്പടി കൊടുക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പഠനങ്ങൾ ചെയ്യാം, എന്തും ആവാം. പക്ഷെ അവർക്ക് എങ്ങനെ അസുഖങ്ങൾ വന്നു, ആ അസുഖത്തിന് അതായത് നമ്മളൊരു രോഗിയെ കാണുമ്പോൾ പനി വരുമ്പോൾ സാധാരണക്കാരെന്താ ചെയ്യുക? ഡോക്ടറെ അടുത്തൊന്നും പോകാണ്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പാരസെറ്റമോൾ വാങ്ങുന്നു, കഴിക്കുന്നു. പക്ഷെ ഞാനൊരു അതായത് പബ്ലിക് ഹെൽത്ത് നോക്കുന്ന ആളെന്ന നിലയിൽ ഒരു പൊതുജനത്തിന് ഒരു പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ അത് അസുഖം മാത്രമല്ല, അസുഖത്തിന് 3-4 ഘടകങ്ങളുണ്ട്. സോഷ്യൽ ഡിറ്റർമിനൻസ്, കമേഴ്ഷ്യൽ ഡിറ്റർമിനൻസ്. ഒരു ലൈംഗിക തൊഴിലാളിക്ക് ഒരു അസുഖം വന്നു, ഒരു ലൈംഗികജന്യ രോഗം വന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ അവർക്കും ഉണ്ടാവും ഒരുപാട് കഥകളുണ്ടാവും. എന്തുകൊണ്ട് അവർ അങ്ങനെ ആ ഒരു തൊഴിൽ സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് അതിനുള്ള കഥ. അതെങ്ങനെ നമുക്ക് ആ തൊഴിലിൽ നിന്നും അവരെ വേറെ എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ? പൊതുവായിട്ട് നമുക്ക് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ കഥയ്ക്ക് നല്ലൊരു കേൾവിക്കാരിയായിരുന്നു ഞാൻ. അപ്പൊ ഓരോ പ്രാവശ്യവും അവര് OP-യിൽ വരുമ്പോൾ എൻ്റെ കഥയുടെ എണ്ണങ്ങൾ കൂടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി സർക്കാർ തലത്തിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉള്ള പ്രൊജക്റ്റാണ് സംഘമിത്ര പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പൊ എൻ്റെ കഥയുടെ പേര് സംഘമിത്രയാണ്. അപ്പൊ ഈ കഥ വായിച്ചിട്ട് പോകുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും എന്താണ് സമൂഹത്തിലെ ഒരു ലൈംഗിക തൊഴിലാളി നേരിടുന്ന പ്രശ്നങ്ങൾ, അവരെങ്ങനെയാണ് ചൂഷണത്തിന് ഇരയാവുന്നത്. അങ്ങനെ ഇരയാവുന്നത് കൊണ്ട് എന്താ, നമ്മളെ ഒരാൾ ഒരുപാട് ചൂഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയും ചൂഷണം ചെയ്തു തുടങ്ങും. അതാണ്. പിന്നെ അത് കഥ വായിക്കുന്നത് കൂടുതൽ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഇത്തരം പ്രൊജക്റ്റുകൾ ഉണ്ട്, സർക്കാർ തലത്തിലുണ്ട്, സംഘമിത്ര പ്രൊജക്റ്റ് ഉണ്ട്. അപ്പൊ ശരി, ഇന്ന് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് എന്താ കുറെ ആനുകൂല്യങ്ങൾ കിട്ടും, ആവശ്യം കിട്ടും. ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അവർക്ക് എന്താണ്, അവർക്ക് മക്കളുണ്ട്. ആ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളെ മാത്രം നമ്മൾക്ക് ഒരു കൂട്ടമാക്കിയിട്ട് അവർക്ക് നമുക്ക് എന്താണ് മാനസിക സമ്മർദ്ദം, അവർക്ക് മാനസികമായുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളെന്താ അവരെയൊക്കെ കൂടി നമുക്ക് ഒരു കൂട്ടമാക്കി കൊണ്ടുവരാം. മനസ്സിലായി? ഒരു ഗ്രൂപ്പാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള സൈക്കോളജി അങ്ങനെയുള്ള ഇതിനെ, പിന്നെ ചില സന്നദ്ധ സംഘടനകളുടെ ഒരു കൂട്ടമാക്കിയിട്ട് അവരുടെ പ്രൈവസി നശിക്കാതെ തന്നെ അവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ ബാഗ്, പഠനത്തിനുള്ള കാര്യങ്ങൾ എന്തും ചെയ്തു കൊടുക്കാം. അങ്ങനെയുള്ളൊരു സാമൂഹ്യ സേവനത്തിലേക്കുള്ള ഒരു തുരുത്ത് മാത്രമാണ് എൻ്റെ ഒരു കഥ. ആ കഥ വായിക്കുമ്പോൾ നമ്മൾ അതിലുള്ള കഥയായിട്ടല്ല, അതിലൊരു അവയർനെസ് ആണ് അത് വായിക്കുന്ന ആൾക്ക് വരുന്നത്. പിന്നെ ആ കഥയുടെ പേരാണ് സംഘമിത്ര. സംഘമിത്ര പ്രോജക്റ്റിന്റെ പേരും കൂടി അത് പ്രൊജക്റ്റാണ്. അത് സംഘമിത്ര പ്രൊജക്ട്. അതേ രീതിയിൽ ഡോക്ടർ പിന്നെ ഈ ചുറ്റുപാടുമുള്ള ഓരോരുത്തരിലും ഡോക്ടർക്ക് വളരെ ശ്രദ്ധയാണ്.
അപ്പോൾ ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. സാധാരണ പിന്നെ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പിന്നെ അവസ്ഥകൾ, പിന്നെ ശാരീരിക അവസ്ഥകൾ, ക്യാൻറ്റീനിലെ ജോലിക്കാരുടെ അവസ്ഥകൾ. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഡോക്ടർമാർ ഞാൻ കണ്ടു പരിചയിച്ച് അവരുടെ ജോലി ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. അപ്പം ഈ ചുറ്റുപാടിലേക്ക്, സ്വന്തം ചുറ്റുപാടിലേക്ക് ഇറങ്ങി വന്ന് അവരെ മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വേദനകൾ, അവരുടെ രോഗങ്ങൾ, ആ രോഗത്തെക്കുറിച്ച് അവർ ചികിത്സിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കകൾ, വേവലാതികൾ എല്ലാം ഡോക്ടർക്കുണ്ട്. അപ്പോൾ ഇത്തരം ഡോക്ടേഴ്സിനെയൊക്കെ ശരിക്കും ഡോക്ടർ കമ്മ്യൂണിറ്റി ഈ രീതിയിലാവണ്ടേ എന്നുള്ളതാണ്. അതായത് ഏത് മനുഷ്യനും എന്താണ് ആഗ്രഹിക്കുക? പരിഗണനയാണ് ഏത് മനുഷ്യനും ആഗ്രഹിക്കുക. അതായത് ഞാനാണെങ്കിൽ പോലും ഞാനൊരു പരിഗണന ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതാണ് അവിടുത്തെ പ്രധാന കാര്യം. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കണ്ടു വളർന്നത് അതാണ്. എൻ്റെ അച്ഛൻ ഇത്തവണത്തെ സാമൂഹ്യ സേവാ സുരക്ഷാ മിഷന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വയോജനങ്ങൾക്കുള്ള സേവനത്തിന് അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്താ പറയുക, പൊതുസേവനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് മലയാള മനോരമയിൽ. പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് മലപ്പുറത്ത്, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എന്ന പേര്. അപ്പൊ ഞാൻ എനിക്കൊരു ഓർമ്മ വെച്ചിട്ട് ഞാനിങ്ങനെ കാണുമ്പോൾ തൊട്ട് ഞാൻ എന്താണ് കാണുന്നത് വെച്ചാൽ, മുറ്റത്ത് കുറച്ച്, ഞങ്ങളൊരു ഉൾഗ്രാമത്തിലാണ്, മലപ്പുറത്ത് പെരിന്തൽമണ്ണ പൂന്താനം എന്ന് പറയും. അപ്പം നമ്മൾ നോക്കുമ്പോൾ മുറ്റത്ത് കുറേ ആളുകളുണ്ടാവും. അത്രയും ആളുകൾക്ക് സഹായം ചെയ്യാനോ പൈസ കൊടുക്കാനൊന്നും എൻ്റെ ചിലപ്പോൾ അതിനൊന്നും സാധിച്ചൊന്നും വരില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ നോക്കുമ്പോഴാണെങ്കിലും എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗത്തും കടലാസും പേനയും പിന്നെ എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ടാവും. അപ്പം നമ്മളെന്താ കണ്ടുവരുന്നത് വെച്ചാൽ അത് നമ്മൾ അറിയാണ്ട് നമ്മളുടെ ജീവിതത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ജയിൽ പുള്ളി എന്താണ് പറഞ്ഞത്, അദ്ദേഹം ഒരു മുക്കുവനായിട്ടുള്ള ആളാണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ടേ അവർ ആ കടപ്പുറം കാണാൻ വരുന്നവർ കയ്യിൽ നിന്ന് സാധനങ്ങൾ തട്ടിപ്പറിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ പിന്നെ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ പൊതി തരും. അപ്പം അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടും. അയാൾ അങ്ങനെ ആയത് അയാളുടെ സാഹചര്യം അങ്ങനെ. ഞാനിങ്ങനെ ആകുമ്പോൾ എൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ആയി. അതാണ്, അത്രയേ ഉള്ളൂ. ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും 1ാമത്തെ സ്റ്റേജ് അല്ലെ 2ാമത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം എല്ലാ വ്യക്തികൾക്കും ഈ ക്യാൻസർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക പരിശോധന അത് വ്യാപകമാകുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് പേരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ, ഈ പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അത് വ്യാപിപ്പിക്കാനായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അതായത് ഞാൻ എഴുതിയ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്, ഞാനൊരു ഷൊർണൂർ നിലമ്പൂരിൽ ലോക്കൽ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സഹയാത്രികയാണ്. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്താകുമ്പോൾ നമ്മൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മൾ കയറി അവിടെ തൊട്ട് നമ്മൾ ഇറങ്ങുന്നത് വരെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എവിടെ പോയതാ എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയത് എങ്ങനെയാണ്, ഇവർക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ആണെന്നുണ്ട്, എനിക്ക് കുറേ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എപ്പോഴാണ് പോയത്? ഇന്ന് രാവിലെ OP-യിൽ കാണിക്കാൻ ഇന്നലെ ഉച്ചയ്ക്കത്തെ നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിനിന് പോയി. അപ്പോൾ അതെന്താ ലേറ്റ് സ്റ്റേജ് ആയത് എന്തുകൊണ്ടാണ്? കൂടെ വരാൻ മകൾക്ക് സൗകര്യമില്ല, മകൾക്ക് കുട്ടികളുണ്ട്, കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഒരാളെ ആശ്രയിക്കണം ഇവർക്ക്. പിന്നെ നാളെ രാവിലെ കാണിക്കണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് OP ടിക്കറ്റ് എടുക്കണം. ആദ്യത്തെ OP നമ്പർ കിട്ടണം. OP നമ്പർ കിട്ടിയാൽ അവിടെ ഒരു സ്ഥലത്ത് ടെസ്റ്റിന് പോകണം, ഒരു സ്ഥലത്ത് ഗുളികയ്ക്ക് പോകണം, വേറെ സ്ഥലത്ത് MRIക്ക് പോകണം. പിന്നെ എന്തെങ്കിലും സേവനം കിട്ടണമെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യാം, അതും അല്ലാത്തൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ ഒരാൾ പോരല്ലോ കൂടെ, 2 3 ആളെ കിട്ടിയത് നന്നായി. പിന്നെ എങ്ങടാ പോണത്? യാത്രകളൊന്നും ചെയ്യാത്ത ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീന് എവിടേക്കെങ്കിലും അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ എന്താ നിങ്ങൾ എങ്ങടാ പോണേ? അപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. എന്തിനാ പോണേ? അപ്പൊ ക്യാൻസർ. സാധാരണ എന്താ, നമ്മളെ പുരാണ കാലം തൊട്ട് തന്നെ ഒരു രോഗം വരിക എന്ന് പറഞ്ഞാൽ പൊതുവായ ചിന്ത എന്താണ്?
അവൾ എന്തോ കൊടും പാപം ചെയ്തതാണ്, അതിനുള്ളത് അവൾക്ക് കിട്ടി. അതാണ് പൊതുജനങ്ങളുടെ. അപ്പോൾ 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നം. ഞാൻ അത്ര എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയ നാളാണ്. അപ്പോൾ ഈ ഉമ്മ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട് ഇതിന് ഫലം ഉണ്ടാവുമോ? കുറച്ച് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയായാലും എല്ലാവരും അറിയും. പക്ഷെ ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് ഒരു സംശയം ചോദിക്കുക, എന്തായാലും മാറില്ല, ഇതിന് ഇത്രയും കാര്യങ്ങളും ഇത്രയും കഷ്ടപ്പാടും ഉണ്ടേനും, അപ്പം കറക്റ്റ് എല്ലാ ഫോളോ അപ്പിനും എനിക്ക് പോകാനും പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്താലോ, അടുത്തൊരു പച്ചില മരുന്നിൻ്റെ ഒരാളുണ്ട്, ആളാവുമ്പോൾ ആരും അറിയില്ല, പിന്നെ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരും, എനിക്കൊരാളെ ആശ്രയിക്കേണ്ട. അപ്പം ഇത് നമ്മളുടെ അതായത് നമ്മുടെ പൊതുവായിട്ട് നമ്മളുടെയൊക്കെ വീടുകളിലെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നം എങ്ങനെയാണ്, അവരവരുടെ ഭർത്താവിന് വേണ്ടി വീട്ടിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ എഡ്യൂക്കേഷന് എല്ലാം അവർ മാറ്റിവെക്കുമ്പോൾ അവരുടെ ആരോഗ്യം അവരുടെ അറിയാതെ തന്നെ ഇങ്ങനെ പോവാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ക്യാൻസർ കൂടുന്നതിനോട് അനുസരിച്ച് തന്നെ നമ്മളുടെ സർക്കാർ ഒരുപാട് സുഹാസിനി പ്രോജക്റ്റ്, പിന്നെ അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കാസ്പ് എന്ന് പറഞ്ഞതിൽ തന്നെ ഇതിന് സഹായം കിട്ടുന്നുണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ആളുകൾ അത്രമാത്രം അവെയർ അല്ല. അതായത് സ്ത്രീകളിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആണ്. ഒരു 30 വയസ്സ് മുതൽക്ക് തന്നെ സ്ത്രീകൾക്ക് സ്വന്തം, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഉണ്ട്, അതുവഴി സ്വന്തം പരിശോധന ചെയ്യാം. ക്ലിനിക്കലി അവർക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെയ്യാം. ഇപ്പം നമ്മളുടെ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഇതുപോലെ സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ. ഇപ്പം സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് പ്രോജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള ആശാ വർക്കർമാരാണ് ചെയ്യുക. അവരെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് അവർ വീടാന്തരം അവയർനെസ് കൊടുക്കും. പിന്നെ നമ്മളുടെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു കുടുംബശ്രീത്തെ ഫുള്ള് ചേച്ചിമാർ, അല്ലെങ്കിൽ നമ്മളുടെ വേറൊരു വിഭാഗത്തിൽ തൊഴിലുറപ്പത്തെ ഫുൾ ചേച്ചി, അങ്ങനെ ഓരോ വിഭാഗം ആളുകളെ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യണ്ടേ. എന്നാൽ പോലും ആളുകൾ അവെയറല്ല എന്നുള്ളത് നമ്മളുടെ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മളുടെ സർക്കാർ തലത്തിൽ ഒരുപാട് സഹായങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അവബോധം എന്ന് പറയുന്നത് ഇപ്പോഴും വേണ്ടത്ര ഇല്ല എന്ന് തന്നെയാണ്. ക്യാൻസർ പറഞ്ഞാൽ ക്യാൻസർ മാറുമോ, ക്യാൻസർ 4 ആൾ അറിയോ, അതൊക്കെ ഇപ്പോഴും. അതായത് എൻ്റെ അറിവിൽ ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ, അതായത് ഒരു ലേഡി ഡോക്ടർ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അത് ബ്രസ്റ്റ് ക്യാൻസറാണ്, മുഴയാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് മറച്ചു വെച്ചിട്ട് പിന്നെ അവർക്ക് അതിൻ്റെ വേഴ്സ് സിറ്റുവേഷൻ ഇതാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് പോലും സ്ത്രീകൾ തുടക്കത്തിൽ അത് കണ്ടുപിടിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യമുണ്ട്. അതായത് അതിലെനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങാൻ നമ്മൾ പുരുഷന്മാരും കൂടെ കുറച്ച് മനസ്സ് വെക്കണം. ശരിക്കും അതാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുക. പിന്നെ ഈ പുരുഷന്മാർ ഇതിനെക്കുറിച്ച് അവെയറായി കഴിഞ്ഞാൽ നമുക്ക് ഒത്തൊരുമിച്ച് അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരേ തട്ടിൽ എന്താ പറയുക, തുല്യതയാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ അതൊന്നൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കും. പിന്നെ ഡോക്ടർ നേരത്തെ നമ്മുടെ ഒരു നോമ്പ് തുറ എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഉമ്മ അവര് ക്യാൻസർ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു, എന്നിട്ട് പോലും അവർ കീമോതെറാപ്പിക്കോ ഒന്നിനും വിധേയമാകാതെ പച്ചില മരുന്ന് കഴിക്കാനും അതേ രീതിയിൽ ആയുർവേദം. അപ്പൊ അങ്ങനെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഉയർന്ന ജോലിയുള്ള ആൾക്കാരെ പോലും എനിക്കറിയാം, രോഗം തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെന്താണ് ഈ അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ യഥാർത്ഥ ചികിത്സ അതിലേക്ക് വരാതെ പച്ചില മരുന്നും അതേ രീതിയിൽ ആയുർവേദം ഒക്കെ തേടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ചികിത്സയും അവരുടെ ചികിത്സ എന്തോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. ശരിക്കും നമ്മളെ സമൂഹം ഇപ്പോഴും അത് നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതേക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് നമ്മൾ കുറച്ചുകൂടെ അവെയറായിരിക്കുക. അപ്പോൾ അതായത് ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാനോ നമുക്കൊരു സഹായം ചെയ്യാനോ തുനിയുമ്പോൾ നമ്മളത് അംഗീകരിക്കാനും കൂടെ തയ്യാറാവണം. പിന്നെ എൻ്റെ എല്ലാ കഥയിലെയും പ്രധാന സന്ദേശം, ഞാൻ ആ ട്രെയിൻ യാത്രയിൽ ഈ സ്ത്രീയോട് കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങളവിടെ ഒരു സ്നേഹം പങ്കിട്ടത് കൊണ്ടാണ് ഇവരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓരോ മനുഷ്യരും നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും ഇതുപോലെ സ്നേഹത്തോടെയും അനുതാപത്തോടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ കൂടെ എല്ലാവരും എല്ലാം തുറന്നു പറയുകയും കാര്യങ്ങൾ അംഗീകരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു പിതാവ് എന്ന് പറഞ്ഞ അധ്യായത്തിൽ അതിൽ ഒരു ഡോക്ടർക്ക് സത്യം മൂടി വെക്കേണ്ട ഒരു അവസ്ഥയാണ്.
അപ്പോൾ അതിൽ ശരിക്കും ഈ സാവിത്രി ദേവി എന്നൊരു കഥാപാത്രം, ആ പേരൊക്കെ വ്യാജ പേരുകളായിരിക്കും. അപ്പോൾ ഈ സാവിത്രി ദേവി ശരിക്കും ഈ ഭർത്താവ് അദ്ദേഹത്തിന് സന്താനോൽപാദന ശേഷിയില്ല, ഡോക്ടർക്കും അറിയാം, സാവിത്രി ദേവിക്കും അറിയാം, പിന്നെ ഭർത്താവിനും അറിയാം. എന്നിട്ട് പോലും അവര് ഗർഭിണിയാവുന്ന അത് പിന്നെ ദത്തൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, ഡോക്ടറേയും കൂടെ ഉള്ള ഒരു സുഹൃത്താണ് അവരെ പരിചരിക്കുന്നത്. ഭർത്താവിന് അതുവരെ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നതും കാണിക്കാനും ഒക്കെ ഈ ദത്തനാണ് പിന്നെ ആത്മസുഹൃത്തായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവര് പ്രസവിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് അറിയാം ശരിക്കും സാവിത്രിയുടെ ഭർത്താവിൻ്റെ കുട്ടിയല്ല ഇത് എന്ന്. അപ്പോൾ എന്നിട്ട് പോലും ഒരു സത്യങ്ങൾ ചിലപ്പോഴേ മൂടി വെക്കേണ്ട അവസ്ഥയിലൂടെ ഡോക്ടർമാർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അതായത് ആ കഥയിലത്തെ ഒരു നോളജ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളുടെ ഒരു അവസ്ഥ, അതിലത്തെ ഏറ്റവും കോമൺ കോസസിൽ ഒന്നാണ് ഈ ലൈംഗിക ശേഷി ഇല്ലാത്ത പുരുഷന്മാർ എന്നുള്ള കാര്യം. അപ്പം ഇതിലത്തെ എൻ്റെ കഥയിലുള്ള അതിലുള്ള ഒരു അതിലത്തെ ആ കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ കഴിവില്ല, അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്ന ആശുപത്രിയിലെ ഡോക്ടർ എന്നുള്ള നിലയിലാണ് ഞാൻ എന്ന കഥാപാത്രത്തിന് ഞാൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പിന്നെ പറയാണ്, എൻ്റെ കൂട്ടുകാരി ഇവിടെ പ്രസവിക്കാൻ വരുന്നുണ്ട്, അവർക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ ഡോക്ടറായ എനിക്ക് അതിലത്തെ സത്യങ്ങളൊക്കെ അറിയാം, മനസ്സിലായോ? പക്ഷേ എന്നാൽ കൂടി അവിടെ സ്നേഹത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അതായത് നിസ്സഹായനായ നമ്മളുടെയൊക്കെ പൊതുസമൂഹത്തിലെ പുരുഷന്മാരെന്താ, ജോലി ഇല്ലെങ്കിലും വരുമാന മാർഗം ഇല്ലെങ്കിലും അവർക്ക് വിവാഹം കഴിക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഈ ദത്തൻ എന്ന് പറഞ്ഞൊരു യുവാവ് അവിടെ കാണിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ മുമ്പിൽ അദ്ദേഹം നിസ്സഹായനാണ്. കാരണം അവരെ ഈ ഒരു ലൈംഗിക ശേഷി ഇല്ലാത്ത ഒരു പുരുഷനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹത്തിൻ്റെ കുട്ടികളല്ലാണ്. അതായത് ദേവിക്ക് ഉപാസന ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു തിരുമേനിയുടെ ക്യാരക്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഒരു കഴിവില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 100% സ്നേഹിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഭാര്യയിൽ ഉള്ള കുട്ടി അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ആ സാഹചര്യത്തിനെ ആൾ അംഗീകരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവിടെ ഞാൻ നോക്കി കാണുന്നത് എന്തെന്ന് വെച്ചാൽ, എല്ലാവരും എല്ലാം കോംപ്രമൈസ് ചെയ്ത് പല കാര്യങ്ങൾ മൂടി വയ്ക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവരൊരു നല്ല കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അവിടത്തിനൊക്കെ സ്നേഹത്തിനാണ് മുൻഗണന. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ബലഹീനതകളും മൂടി വയ്ക്കുകയും അത് പിന്നെ നമ്മളുടെ കൂടെയുള്ളവര് അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്നേഹത്തിനാണ് ഇത് വരുന്നത്, നിസ്വാർത്ഥമായ സ്നേഹമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുകയോ നമ്മൾ മൂടി വയ്ക്കുകയോ, അതായത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നാണ്ട് ഈ പുരോഹിതന്മാരുടെ റോള് ചിലപ്പോൾ ഡോക്ടർമാർക്കുണ്ട്. അതായത് ഒരു കുമ്പസാരക്കൂടിൽ ഇരിക്കുന്ന പോലെയാണ് ചിലപ്പോൾ നമ്മൾ OP മുറികളിൽ ഇരിക്കാറെന്ന്. അപ്പം അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്തരം സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ വിലയും ഒക്കെ നമ്മളവിടെ മാനിക്കുന്നുണ്ട്. ഇത് ഡോക്ടറെ മുന്നിൽ വരുന്ന രോഗികൾ, ഇപ്പം പേരുകൾ മാറ്റമുണ്ടാവും, ഇതൊക്കെ അനുഭവ കഥകളാണ് ഡോക്ടർ ബുക്കുകളിലും ലേഖനങ്ങളിലും ഒക്കെ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ തൃശ്ശൂർ കുറേ വർഷത്തോളം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർഷക്കാലം വർക്ക് ചെയ്ത ഡോക്ടറാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മുടെ സമൂഹം വേണ്ട രീതിയിൽ പരിഗണിച്ച് വരുന്നില്ല. എത്രയോ നമ്മൾ പത്രങ്ങളിലും ലേഖനങ്ങളിലും എല്ലാം കാണുന്നുണ്ടെങ്കിലും ഇവർ ഈ 3-4 ലിംഗക്കാർ, സ്ത്രീ പുരുഷൻ 3-4 ലിംഗം എന്ന് പറഞ്ഞിട്ട് പരിഗണിക്കേണ്ടവരാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ക്യൂ ഉണ്ടാവും, പുരുഷന്മാർക്ക് ക്യൂ ഉണ്ടാവും. എന്നാൽ 3-4 ലിംഗക്കാർക്കുള്ള ക്യൂ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടർ കൈകാര്യം ചെയ്തതാണ്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ HIV പോസിറ്റീവായിട്ടുള്ള രോഗികൾ കൂടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഡോക്ടർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.
അതായത് നമ്മുടെ സമൂഹം ഇപ്പോഴും അംഗീകരിക്കാത്ത ഒരു കൂട്ടം വിഭാഗമാണ് ഈ ട്രാൻസ്ജെൻഡർ. എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള അറിവില്ലായ്മയാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പം ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം രോഗികളൊക്കെ നമ്മുടെ അടുത്ത് വരികയൊക്കെ ചെയ്തപ്പോൾ ഒരിക്കൽ അവരോടിങ്ങനെ സംസാരിച്ചതായപ്പോൾ കുറച്ച് അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെന്തോ തരം മനോദൗർബല്യമുള്ളവരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു, അതായത് ഞാനിപ്പോൾ നമ്മളുടെ ഈ പൊതുസ്ഥലങ്ങൾ, അതായത് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾ നിൽക്കുമ്പോൾ ഒരു മാന്യമായ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ശരിക്കും ഇവരെന്താ, അതായത് ലൈംഗിക അരാജകത്തിന്റെ ഒരു തരം ദൂതന്മാരെന്ന നിലയിലൊക്കെയാണ് ഇവരെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആയിട്ട് മാറുന്നതെന്ന്, അതായത് ട്രാൻസ്ജെൻഡർ സമൂഹം എന്താന്ന് നമ്മളുടെ കേരളീയ സമൂഹം ഇപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അവരെന്താണെന്ന് അറിയില്ല. ചുരുക്കം പറഞ്ഞാൽ അവർക്കൊരു അസുഖമായിട്ട് അവരൊരു ഡോക്ടറിന്റെ ഒരു കാഷ്വാലിറ്റിയിലോ ഒപിയിലോ പോകുമ്പോൾ ആ ഡോക്ടർക്ക് പോലും പലപ്പോഴും മനസ്സിലാവുന്നില്ല ഇത് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വമാണെന്ന് മനസ്സിലാവും. അവർ ചിലപ്പോൾ ഇതൊരു മാനസിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഗുളിക കൊടുത്തു വിടും, ഇതോടുകൂടെ നിങ്ങളുടെ ഇത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിടും. പക്ഷെ എന്നാൽ എന്തുകൊണ്ടാണ്, അതായത് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ ട്രാൻസ്ജെൻഡർ പ്രോജക്റ്റ് ഉണ്ട്, പഹ്ചാൻ പ്രോജക്റ്റ് എന്നായി പറയാം. അപ്പൊ ഈ പഹ്ചാൻ പ്രോജക്റ്റിലുള്ള ആളുകളോട് കുറെ സംസാരിച്ചു. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും കൂടെ ഒത്തൊരുന്ന് കൂടിയിട്ട് അതായത് 2016-17 അന്നൊന്നും നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഒരു ഡോക്ടർ ഇങ്ങനത്തെ ആളുകളുടെ നടുവിലൊക്കെ നിന്ന് സംസാരിക്കണത് കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മലബാറിന്റെ സംസ്കാരമല്ല, ഒരു ആഭിജാത്യത്തിന്റെ നാടാണ് തൃശ്ശൂർ. അത് ഞാൻ പറയുന്നതിൻ്റെ 10 ഇരട്ടി അതിൻ്റെ ആ ഒരു കനമുള്ള ഒരു നാട് തന്നെയാണത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതിലൊരു 4-5 പേരെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ OP മുറിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇവരെ അകത്താക്കിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. അവരോട് കുറേ നേരം സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒരു 350ഓളം ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. അതിൽ പലരും വീടിന് പുറത്ത് പോലും കാണാത്ത ആളുകളുണ്ട്. അപ്പം തന്നെ നമുക്ക് ആലോചിച്ചറിയാം, അതായത് പുറത്തിറങ്ങുന്ന ഒരു സാധാരണ മനുഷ്യന് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആശുപത്രിയിൽ പോകാം. വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ അത് തിരിച്ചറിയപ്പെടുന്ന പോലും ഇല്ല എന്താണെന്ന്. അത്രയേറെ അവര് വീടിനകത്താണ് കഴിയുന്നത്. പിന്നെ നമ്മളൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ കൂടുതൽ തേച്ച് മുടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് നടക്കുക. അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടെ ആരാഞ്ഞു എന്തുകൊണ്ടാണ് ഇവര് മാത്രം ഇങ്ങനത്തെ തൊഴിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതായത് നമ്മളുടെ കേരള സംസ്ഥാന, അതായത് നമ്മളുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പ്രകാരം ഇവർക്ക് കുറേ കാര്യങ്ങളും കുറേ സൗജന്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഒരാൾ അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം തിരിച്ചറിയാമെന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കാണ് അത് വ്യക്തിത്വം തിരിച്ചറിയുക. കുറച്ചൊക്കെ പുരുഷൻ്റെതായുള്ള വ്യക്തിത്വം അവർ കാണിക്കുക, സ്ത്രീയുടേതായ വ്യക്തിത്വം പുരുഷൻ കാണിക്കുക, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ 8ാം ക്ലാസ് മുതൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് പിന്നീടുള്ള വിദ്യാഭ്യാസം ഫ്രീ ആണ്. അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഔദാര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഞാനോ നിങ്ങളോ നമ്മളുടെ ഒരു കുട്ടി ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇവള് ട്രാൻസ്ജെൻഡറാ, ഇവൾക്ക് 8ാം ക്ലാസ് തൊട്ട് സൗജന്യം ചെയ്ത് കൊടുത്തോന്ന് നമ്മൾ പുറത്ത് പറയുമോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്, അംഗീകാരം ഇല്ലാത്ത ആളുകളാ. അപ്പൊ അത് തിരിച്ചറിഞ്ഞാൽ പോലും അത് സ്വന്തം അച്ഛനമ്മമാര് പോലും അത് പുറത്ത് പറയില്ല. അപ്പൊ എന്താണ്, കുറച്ച് പരിഹസിച്ചു തുടങ്ങും. നമ്മളുടെ സിനിമ ചാന്തുപൊട്ടൊക്കെ വന്ന പോലെ ഇതുപോലെ അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ പുറത്ത് പോവില്ല, സ്കൂളിൽ പോവില്ല. കാരണം എല്ലാവരും പരിഹസിക്കും. അപ്പൊ അവർ എന്തെങ്കിലും ജോലി കൂലിപ്പണിയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അപ്പൊ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അവരാണ് ആദ്യമായിട്ട് LGBT ഒരു കോളം കൊടുത്തത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് എഴുതിയതാണ് ശീതൽ ശ്യാമ. അപ്പൊ ഞാൻ ശീതൽ ശ്യാമിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ശീതൽ ശ്യാമിനെ വിളിച്ചു. അപ്പൊ നമ്മൾ തൃശ്ശൂരിൽ ഞാൻ താമസിക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്താണ് ശീതൽ ശ്യാം താമസിക്കുന്നത്. അപ്പൊ ശീതൽ ശ്യാമിന്റെ കഥ എനിക്ക് പറഞ്ഞു തന്നു. അതായത് കുട്ടിക്കാലം തൊട്ടിട്ട്
അമ്മയുടെ ഡ്രസ്സ് ഇടുക, കണ്ണെഴുതുക, പൊട്ട് തൊട്ടുകയൊക്കെ ചെയ്തിട്ട് അവരാനന്ദിക്കുമ്പോൾ അമ്മ അതിനെത്ര അനുകൂലിച്ചിരുന്നു എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പരിഹസിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം ഇവരെന്ത് ചെയ്തു, അപ്പം ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഈ മകനെ കൊണ്ടുപോവാണ്. ഈ എന്താ പറയുക, ഇതില്ലേ കൂട്ടപ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവാം. അപ്പൊ കൂട്ടപ്രാർത്ഥനയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ ശീതൾ ശ്യാം സ്വന്തം കഥ പറയാണ്. ആ കൂട്ടപ്രാർത്ഥനയത്തെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനത്തെ ഒരു വ്യക്തിത്വം തിരിച്ചറിയപ്പെട്ടതിന് ശേഷം പിന്നെ അവിടെ പ്രാർത്ഥനയല്ല നടന്നത്. പിന്നെ ഒരുപാട് ആളുകൾ അവര് ഒന്നിച്ചൊരു ഗ്യാങ് റേപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പൊ ആ ഒരു മെന്റൽ ട്രോമ ഈ കുട്ടിക്ക് എത്രയോ ചെറുപ്പത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ തീരെ എന്താ പറയുക, സാധാരണക്കാരിലും താഴത്തെ തട്ടിലുള്ള ആളുകളാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പം ഇവര് എന്ത് ചെയ്തു, അമ്മ പണിക്ക് പോവും, അമ്മ മാത്രം കഷ്ടപ്പെടുന്നു, അച്ഛൻ മദ്യപാനിയാണ്, പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഇഷ്ടികക്കളത്തിൽ പണിക്ക് പോകും. ഇഷ്ടികക്കളത്തിൽ വെച്ചിട്ടും ഇവർ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം അറിഞ്ഞപ്പം ഇവരെ ഇതുപോലെ ഒരുപാട് പേര് വന്ന് ഒന്നിച്ച് ഗ്യാങ് റേപ്പ് ചെയ്യാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്വന്തം അച്ഛനൊരു ആക്സിഡന്റ് ആയിട്ട് ഞാൻ ഫോണിന്റെ മറുതലയ്ക്കൽ ശീതൾ ശ്യാമാണ്. അപ്പൊ എന്നോട് പറയാ, ഡോക്ടർ എൻ്റെ അപ്പനെ ഇവിടുന്ന് വണ്ടി ഇടിച്ചോ ഡോക്ടറെ, എനിക്കിപ്പോ ഞാൻ ഇപ്പൊ അപ്പന്റെ കൂടെ വന്ന കാഷ്വാലിറ്റിയിലുള്ളവരൊക്കെ നോക്കും, എന്റെ ചുറ്റും ആള് കൂടും, നിങ്ങളൊന്ന് പോവുമെന്ന്. അപ്പൊ ഞാനവിടെ ചെന്ന് അപ്പൊ ഇദ്ദേഹത്തിന് നല്ല ആക്സിഡന്റ് പറ്റി, ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, കാഷ്വാലിറ്റിയിൽ ചെന്ന് നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഇടപെടാൻ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ അനിയനും എല്ലാവരും വീട്ടുകാരൊക്കെ വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തലയിൽ കൂടെ ഒക്കെ ഇതൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ പമ്മി വരുന്നു, കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇവര് വരുമ്പോ തന്നെ എല്ലാവരും ചുറ്റും കൂടി കണ്ടോ. ആശുപത്രി അന്തരീക്ഷത്തിൽ അങ്ങനെയാവും, പിന്നെ നമുക്ക് പൊതുസമൂഹത്തിൽ എന്തായിരിക്കും. പിന്നെ അപ്പോൾ ഇത്തരക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. പിന്നെ ഇവര് സമൂഹത്തിൽ ഇറങ്ങിയാൽ ഇവരെ ചൂഷണം ചെയ്യാതെ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എന്താവും, സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഈ നമ്മൾ ഏറ്റവും ഒരു സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഇരിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ അത്ര വല വിരിച്ചിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ട്രാൻസ്ജെൻഡറുകളെ സർജറി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു വളരെ നല്ല ലോബിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഒരു പിന്നെ പുരുഷ ശരീരം എന്താ പറയുക, ആഗ്രഹമില്ലാത്ത ഒരു സ്ത്രീ പോലെ ആവണം എന്നുള്ള ഒരാൾക്ക് ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ചെയ്യാൻ ഒരു 5 ലക്ഷം രൂപ വരെ ഒരു ആശുപത്രിക്കാർ പറയാണ്, കോയമ്പത്തൂർ ഒരു ആശുപത്രിക്കാർ, നിങ്ങൾ 5 ലക്ഷം രൂപ എന്നാൽ നിങ്ങളെ ഞാനൊരു സ്ത്രീയാക്കി തരാമെന്ന് പറയുമ്പോൾ ഇവരെ അങ്ങോട്ട് വിടുക. അപ്പൊ ഈ കനത്ത പണം ഇവരെവിടെ നിന്ന് ഉണ്ടാക്കും? വിദ്യാഭ്യാസത്തിന് അർഹതയില്ലാത്ത, തൊഴിലെടുത്ത് ജീവിക്കാൻ ഒരിതില്ലാത്ത ആളുകൾ എന്താ ചെയ്യുക, അവർ ലൈംഗിക വൃത്തി ചെയ്തിട്ടുണ്ടാക്കും. അപ്പോൾ നമ്മളുടെ കേരളീയ ഇതിൽ ഇപ്പൊ കുറച്ചുകൂടി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വിസിബിലിറ്റി, അതായത് ആദ്യമായിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ ഓരോ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഡോക്ടർ ഞങ്ങൾ ഹോമോസെക്ഷലാണ്, ഞങ്ങൾ ഇതാണ്, അങ്ങനെയാണ് നമ്മളടുത്ത് വന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇവരൊരു വലിയ ലോബിയുടെ ഭാഗമായിട്ടുണ്ടാവും. അപ്പം എന്താണ്, ഇവർക്ക് ഈ ചെയ്ത സർജറി ശരിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തിന് ആദ്യം വേണ്ട സമൂഹത്തിന് അവയർനെസ്, ചുരുക്കം ഡോക്ടർമാർക്ക് പോലും അതിന് അവയർനെസ് കൊടുക്കണം. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ 1-2 അല്ല, അവരുടെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ട്. സൈക്കോളജിക്കലായിട്ടുണ്ട്, സൈക്യാട്രി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ അവരുടെ ശരീരത്തിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. ഒന്നുമല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് വരുന്ന പനി, ചുമ പോലത്തെ അസുഖങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അവർ ഏത് ക്യൂവിൽ നിൽക്കും, പുരുഷന്റെ ക്യൂവിൽ നിൽക്കണോ, സ്ത്രീന്റെ ക്യൂവിൽ നിൽക്കണോ, പുരുഷന്റെ ബാത്റൂം വേണം. അപ്പൊ ട്രാൻസ്ജെൻഡർക്ക് വേണ്ടി ഒരു വേറെ ക്യൂ, അതായത് ഇപ്പൊ നമ്മൾ OP ടിക്കറ്റ് എഴുതുമ്പോൾ ആരാണ്, ഇപ്പൊ എൻ്റെ പേരാണെങ്കിൽ സ്മിത, ഇത്ര വയസ്സ്, ഒരു ബാറിട്ട് മെയിൽ ഫീമെയിൽ, അതുപോലെ നമുക്ക് ടീന്നൊരു കോളം വേണം, ട്രാൻസ്ജെൻഡർ എന്നിട്ടൊരു കോളം വേണം. പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു OP മാത്രം ചേർന്നല്ല, അതായത് കോംപ്രിഹെൻസീവ് ഇന്റർഡിസിപ്ലിനറി ക്ലിനിക്കുകൾ എന്നാണ് പറയുക. അതായത് ഒരു ക്ലിനിക്കിൽ എല്ലാ വിഭാഗവും വേണം. അപ്പൊ അത്രയും
പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. അത് നമ്മളുടെ കേരള സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമേ ഇപ്പം അതുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസമുള്ളത്. അപ്പോൾ ഈ കാസർഗോഡിലൊക്കെ ഉള്ള ഒരു ട്രാൻസ്ജെൻഡറിന് കോട്ടയം വരെ പോയിട്ട് അവരുടെ പ്രോബ്ലംസ് പറയാൻ തന്നെ അത് എളുപ്പമല്ല. ഇപ്പോഴും നമ്മളുടെ ഡോക്ടർമാരുടെ ഇതിന് പ്രത്യേക കോച്ചിങ് കിട്ടിയവരോ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിക്കുള്ള ഒന്നും കിട്ടിയതായുള്ള ആളുകളും വളരെ കുറവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാർ തലത്തിൽ തന്നെ ഇതുമായി കൂടുതൽ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് പ്രത്യേക കോച്ചിങ് തുടങ്ങുകയും ഇത്തരം ക്ലിനിക്ക് അത് തുടക്കം തൊട്ട് ചെയ്യണം. അതായത് ആശുപത്രി ചെല്ലുമ്പോൾ അവർക്കൊരു ക്യൂ വേണം, അവർക്ക് ഒരു OP വേണം, അവർക്ക് ബാത്റൂം വേണം. അതായത് അത്ര ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കണം. കേരളം ആ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറേ മുൻപിലാണെങ്കിലും ഇനിയും നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സമൂഹം മാറണം. പിന്നെ നേരത്തെ ഇത് പറഞ്ഞ പോലെ ഇവരുടെ ഇടയിൽ പിന്നെ HIV രോഗികൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ രീതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷം കൂടുന്തോറും HIV പോസിറ്റീവായിട്ടുള്ള രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഒരുപാട് സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് ബോധവൽക്കരണം കാര്യങ്ങൾ പരിപാടികൾ സ്കൂൾ തലത്തിലൊക്കെ ബോധവൽക്കരണം ഒക്കെ നടത്തുകയാണെങ്കിലും ആൾക്കാർ അവെയറല്ല എന്നുള്ളതാണ്. അപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തെ അപ്പോൾ എങ്ങനെയാണ് ഇനി എന്ത് ചെയ്താലാണ് സമൂഹം ഈ രീതിയിലൊരു ബോധവൽക്കരണം സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക? അതായത് 2016-17 കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇതുപോലെയുള്ള ART മെഡിക്കൽ ഓഫീസറായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഓരോ ആളുകൾക്കും നമ്മളിങ്ങനെ കണ്ട് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ രോഗത്തിനപ്പുറത്തുമുള്ള കാഴ്ചപ്പാടുകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ എയ്ഡ്സ് രോഗത്തിനെ സംബന്ധിച്ച് കേരളം നിർണായകമായ ഒരു നാഴികക്കല്ല് പതിപ്പിച്ചതാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 0.2% പ്രിവലൻസ്. 0.2 എന്ന് പറഞ്ഞാൽ 2 താഴെ 100 പേരിൽ 2 പേർക്ക് മാത്രമാണ് എയ്ഡ്സ് ഉള്ളത്. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ വന്നത്? അതായത് എയ്ഡ്സ് രോഗമുള്ളവരൊക്കെ ഇതുപോലെയുള്ള ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുക്കുകയാണ്. അപ്പോൾ ഈ തെറാപ്പി എടുക്കുമ്പോൾ ഈ ഗുളിക കഴിക്കുന്ന ഒരു എയ്ഡ്സ് രോഗി ഒരു സാധാരണക്കാരൻ്റെ പോലെ തന്നെ ആവുകയാണ്. അതായത് അയാളുടെ ശരീരത്തിലുള്ള വൈറൽ ലോഡ് വൈറസിൻ്റെ അളവ് കുറയും. വൈറസിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ്, അയാളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അങ്ങനെയാണ് നമ്മൾ എയ്ഡ്സ് രോഗത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു പ്രോഗ്രസ് വരുത്തിയത്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ കണക്കുകൾ കൂടുന്നുണ്ടാവുക. പക്ഷെ പ്രിവലൻസ് എന്ന് പറയുന്ന സാധനം 100 പേരിൽ എത്ര പേർക്ക് നോക്കണം. അങ്ങനെ 100 പേരിൽ 2 പേർക്ക് എന്നുള്ള കണക്കായിട്ട് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് എയ്ഡ്സ് രോഗം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ സാക്ഷരത കൊണ്ടും അവയർനെസ്സും കൊണ്ടുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ എയ്ഡ്സ് രോഗത്തിൻ്റെ എല്ലാ സ്ഥലത്തുള്ള ഇത് ടെസ്റ്റിംഗ് സെൻറ്റർ അതൊക്കെ ഉള്ള അത്രയും നമ്പർ ഓഫ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് അങ്ങനത്തെ ക്ലിനിക്കുകൾ ടെസ്റ്റിംഗ് സെൻ്ററൊക്കെ നമ്മൾ സംയോജിപ്പിച്ചു. അതായത് ഒരു ജില്ലയിൽ ഒരു 30 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കൂടെ ഒന്നിച്ച് ആക്കിയിട്ട് നമ്മളതൊരു 15-16 ഒതുക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്പറല്ല നോക്കേണ്ടത്, പ്രിവലൻസ് ആണ് നോക്കേണ്ടത്. എത്ര ആളുകൾ കൂടിയെന്നല്ല, 100 പേരിൽ എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എയ്ഡ്സ് കുറവാണ്. കേരളത്തിൻ്റെ ഒരു നിർണായക ആരോഗ്യരംഗത്തെ നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണത്. അപ്പോൾ കുറവാണ് എന്നാണ് ഡോക്ടർ കണക്കുകൾ വെച്ച് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പോഴേ ഡോക്ടർമാർക്ക് അവരെ ജോലി ചെയ്യാനുള്ള ഒരു സുരക്ഷിതാവസ്ഥ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം, അപ്പോൾ അവർ മദ്യാസക്തിയിൽ ആ ഹൗസ് സർജനെ കൊന്നുകളയാണ് ചെയ്തത്. അതേ രീതിയിൽ കൽക്കട്ടയിലുണ്ടായ ഒരു ക്രൂരമായ റേപ്പ് ഹൗസ് സർജന്. അപ്പോൾ അതിനുശേഷം ഡോക്ടർമാർക്ക് ജോലി ചെയ്യാനുള്ള സെക്യൂരിറ്റി ഇല്ല എന്നുള്ള ചർച്ചകൾ ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഡോക്ടർമാരുടെ ഈ ജോബ് എന്ന് പറയുന്നത് എത്രത്തോളം സെക്യൂർ ആണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ, അതായത് ഒരു മരണമോ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒരു സംവിധാനത്തിലെ ഒരു ഡിഫക്റ്റ് അടയാളപ്പെടുത്തുന്നത് അപ്പോഴാണ്. ഇപ്പം ഞാനൊരു സർക്കാർ ആശുപത്രി, തൃശ്ശൂർ ജില്ലത്തെ ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ
അവിടുത്തെ ആ ടൗണിൻ്റെ നടുവിലാണ്. അപ്പോൾ രാത്രി അവിടെ ഒരു ഡ്യൂട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡ്യൂട്ടി റൂമിൽ കിടന്നുറങ്ങുന്ന ആള് ആ ആശുപത്രിൻ്റെ അപ്പുറത്തെ തലക്കിലുള്ള വാർഡിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ രോഗീനെ കാണാം. ചിലപ്പോൾ ആ രോഗി എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വയലൻ്റ് ആയ രോഗിയായിരിക്കാം. അപ്പോൾ കോള് വരുന്നു, വാർഡിൽ നിന്നൊരു കോള് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വഴിയിൽ എന്നെ ആരെങ്കിലും അടിക്കുമോ തോൽക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ വേഗം അവിടേക്ക് പോട്ടെ, പ്രശ്നം സോൾവ് ആക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ ഈ വന്ദനാദാസിൻ്റെയും കൊൽക്കട്ട കേസും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു കൈപ്പിടുത്തമുള്ളത് കൊണ്ട് ഞാനൊക്കെ അതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണെന്നാണ് തോന്നിയിട്ടില്ല. അതായത് നമ്മളുടെ സർക്കാർ സംവിധാനത്തിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 1000 രോഗിക്ക്, അതായത് 4 ഡോക്ടർ അല്ലെങ്കിൽ 1000 രോഗിക്ക് 2.5 എന്നുള്ള അനുപാതത്തിലാവുമ്പോൾ കേരളത്തിൽ എങ്ങനെയാ വെച്ചാൽ 1500 മുതൽ 1900 വരെയുള്ള അത്രയും രോഗികൾക്ക് ഒരു ഡോക്ടർ എന്നുള്ള അനുപാതത്തിലാണ് ഓടുന്നത്. ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ആ കുറവ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മിടുക്കന്മാരായ ഡോക്ടർമാർ ഇവിടുത്തെ സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള നമുക്ക് ലാഭമില്ലായ്മ കൊണ്ട്, അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടൊക്കെ പല സ്ഥലങ്ങൾക്ക്, ഇവിടെ മിടുക്കന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർ പല സ്ഥലങ്ങൾക്ക് അവർക്ക് പോകേണ്ടി വരികയാണ്. അപ്പൊ ഡോക്ടർ സമൂഹത്തിനെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതായത് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെ എനിക്കൊരു രോഗം വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് രോഗം വന്നാൽ അവിടെ വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ. അവിടെ ചിലപ്പോൾ സമയത്തിന് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലുള്ള ഇതിൽ പ്രശ്നം. അതൊക്കെ നമ്മളുടെ ഡോക്ടർമാരുടെ നമ്പർ കൂടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നഴ്സുമാരുടെ നമ്പർ കൂടണം, അവിടുത്തെ സുരക്ഷ നന്നായിരിക്കണം. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സാക്ഷരത കൈവരിക്കുന്ന ഒരു ജില്ലയിലുള്ള പൊതുജനം സ്വന്തം റൈറ്റുകളെ കുറിച്ച് അവയറാണ്. ഞാൻ രോഗി എന്ന നിലയിൽ എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാണെങ്കിൽ ഞാനത് ചോദ്യം ചെയ്യും. ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന രീതി ചിലപ്പോൾ മോശമായ രീതി ആയിരിക്കാം. പക്ഷെ അതിന് സർക്കാർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ രോഗി റേഷ്യോൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നമ്മൾ ഡോക്ടർമാർക്ക് രോഗികളെ കേൾക്കാൻ പോലും സമയമില്ല. നമ്മളവിടെ പറഞ്ഞ് അവരെ നമ്മളെ രോഗം എന്താന്ന് കേട്ട് മരുന്ന് തന്ന് അതിനെക്കുറിച്ച് രോഗിയോട് ഒരു വിശദീകരണം തരാൻ പോലും ഡോക്ടർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ രോഗി റേഷ്യോ വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം ഇത്ര രോഗികൾക്ക് ഇത്ര ഡോക്ടർ വേണം എന്നുള്ള അനുപാതം നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമയം ഇൻട്രാക്ഷനുള്ള സമയവും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ സാഹിത്യോത്സവത്തിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഡോക്ടറായിട്ട്. ശരിക്കും ഈ മെഡിക്കൽ ഫീൽഡിൽ ഈ മെഡിസിൻ, ഈ സിലബസ് ഇതൊക്കെ മാതൃഭാഷയിലായിരിക്കണം എന്നുള്ളൊരു ചർച്ചയൊക്കെ ഈ അടുത്ത് വന്നിരുന്നു. അതിനെക്കുറിച്ച് മാതൃഭാഷയിലും പഠിക്കാം ഇതൊക്കെ എന്നുള്ളത്. കാരണം മാതൃഭാഷ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് അഭിപ്രായം? അതായത് ഞാനൊരു എഴുത്തുകാരിയും കവിതയും ഒക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എഴുതുന്ന ആളാണ്. ഭാഷയെ അത്ര സ്നേഹിക്കുന്ന ആളാണ്. ശരിക്കൊരു ഭാഷയിലും അക്ഷരങ്ങളിലൊക്കെ ഒരു ദൈവികത കാണുന്ന ആളാണ്. അതായത് പിന്നെ ഹിന്ദു ആചാരപ്രകാരം സരസ്വതി ദേവി അത്രയ്ക്ക് അനുഗ്രഹിച്ച് ഒരാൾക്ക് തരുന്ന ആ ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ആളാണ്. പക്ഷെ ഭാഷയെ ഞാൻ ഇത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ പഠിച്ച ശാസ്ത്രം അത് എൻ്റെ ഭാഷയിൽ പഠിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ശരീരശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിലത്തെ ഇപ്പം ഞാനൊരു ശരീരശാസ്ത്രം, അതിലത്തെ മസില്, ഞരമ്പുകൾ, അതിലത്തെ എല്ലുകളൊക്കെ അതിനൊക്കെ ഓരോ പേരുണ്ട്. ആ പേരുകളായിട്ട് തന്നെ നമ്മൾ പഠിച്ചേ പറ്റൂ, അല്ലേ? പിന്നെ നമുക്കൊരു അസുഖം വരുമ്പോൾ പലതരം അണുക്കളുണ്ട്. ആ അണുക്കൾക്കൊക്കെ പേരുകളാതൊക്കെ അതിൽ പഠിച്ചു. പിന്നെ നമ്മൾ ഭാഷ ആശയവിനിമയത്തിനുള്ളതാണ്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഒരു രോഗിയോടുള്ള ആശയവിനിമയത്തിൽ ഭാഷയ്ക്ക് നമ്മൾ അതിൽ വലിയ മുൻതൂക്കം കൊടുക്കേണ്ട കാര്യമില്ല. ശാസ്ത്ര വിഷയങ്ങൾ അത് നമ്മളുടെ, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെങ്കിൽ
അത് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മളുടെ മിടുക്കന്മാരായിട്ടുള്ള നമ്മളുടെ നാട്ടിലെ ഡോക്ടർമാർ ലോകം കീഴടക്കാനുള്ള ആളുകളാണ്. അപ്പോൾ അത് ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയെങ്കിൽ അതിൽ തന്നെ പഠിക്കട്ടെ. 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഒരു നീറ്റ് എൻട്രൻസ് പോലത്തെ അത്രയും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ട് വരുന്ന ഒരാൾ മലയാളത്തിൽ പിന്നെ മെഡിക്കൽ സയൻസ് പഠിക്കുമെന്ന് ശടിക്കുന്നതിൽ യാതൊരു സെൻസും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തമ്മിലുള്ള സംഭാഷണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും ഡോക്ടർക്ക് പറയാനും ഒക്കെ കഴിഞ്ഞു. ഇനി സദസ്യർക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അവരുടെ ഒരു ഊഴം കൂടിയാണിത്. എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ട്, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഒരു 4 മിനിറ്റ് മാത്രമാണ്, 5:10 തീർക്കാം എന്നാണ് പറഞ്ഞത്. എനിക്കൊരു സ്ലിപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ പറഞ്ഞതിൽ രോഗം മറച്ചു വയ്ക്കാനുള്ള പ്രവണതയാണ് ഏറ്റവും ദൂഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ബോധവൽക്കരണം അത്യാവശ്യമാണ്. അതിന് ഡോക്ടർക്ക് എന്താണ് പറയാവുന്നത്? അതായത് ബോധവൽക്കരണം എന്ന് പറയുന്നത് നമ്മളുടെ മെഡിക്കൽ സയൻസിലത്തെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ പബ്ലിക് ഹെൽത്തുമായി ഇടപഴകുന്ന ആളുകൾ ബോധവൽക്കരിക്കണം. അപ്പം നമ്മളുടെ ബോധവൽക്കരണം, ആരോഗ്യരംഗത്തെ ബോധവൽക്കരണം എങ്ങനെയാണ്? അത് ഏറ്റവും താഴത്തെ, അതായത് ഫസ്റ്റ് ഒരു സൊസൈറ്റിയിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആരോഗ്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സബ് സെൻ്ററാണ് അല്ലേ? നമ്മൾ സബ് സെൻ്റർ ലെവല്, സബ് സെൻ്ററുകളിൽ എന്താണ് ഡോക്ടറുടെ സേവനം മാത്രമല്ല അല്ലേ, ജൂനിയർ പബ്ലിക് ഹെൽത്തിൻ്റെ സർവീസ് ചെയ്യുന്നവരുണ്ട്, ആശാ വർക്കറുണ്ട്, നമ്മളുടെ ആർദ്രം മിഷൻ്റെ വർക്കേഴ്സ് ഉണ്ട്, NRHMൻ്റെ ഒക്കെ. ആ തലത്തിൽ നിന്നാണ് നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ള അവയർനെസ് കൊടുക്കുന്ന ആളുകൾ ഡോക്ടർമാരോ നഴ്സുമാരോ അല്ല. അതായത് നമ്മളുടെ ആശാ വർക്കർമാരാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അവർ വീട് വീടാന്തരം കയറി അവയർനെസ് കൊടുക്കുക. അതിന് നമ്മൾക്ക് ഓരോ ദിനങ്ങളുണ്ട് അല്ലേ? ക്യാൻസർ ദിനമുണ്ട്, എയ്ഡ്സ് ദിനമുണ്ട്. അത്തരം ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അവബോധം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ മെഡിക്കൽ സയൻസിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അവബോധത്തിൽ കൂടെ തന്നെ ആളുകളെ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ പറ്റുള്ളൂ. കാരണം സമൂഹത്തിനെ, അതായത് ഒരു വ്യക്തിനെ നമുക്ക് ചികിത്സിക്കാം, പക്ഷെ സമൂഹത്തിനെ മുഴുവനായിട്ട് നമ്മൾക്ക് ചികിത്സിക്കണമെങ്കിൽ സമൂഹം തിരിച്ചറിയണം എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന്, അതെന്തുകൊണ്ടാണ് അവർ തിരിച്ചറിയണം. അപ്പം അദ്ദേഹം പറഞ്ഞ പേര് കൃഷ്ണൻ ബാലുശ്ശേരി. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവയർനെസ്സാണ് ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അത് അവയർനെസ് കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ എഡ്യൂക്കേഷൻ കൊണ്ട് പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ഒരുപാട് സൗജന്യ സേവനങ്ങളുണ്ട്. കാരണം ഞാൻ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് 2012 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് പദ്ധതികൾ പക്ഷെ അത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ്. ആളുകൾക്കറിയില്ല, അറിയുമെങ്കിൽ ആളുകൾ മുന്നോട്ട് വരും. അപ്പോൾ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി പറയാനായിട്ട് ശ്രീ സുധീഷിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യർ ഡോക്ടർ സ്മിത മേനോൻ, അതുപോലെ ആഴ്ചവട്ടം സ്കൂൾ പ്രിൻസിപ്പൽ ബീന പൂവത്തിൽ, നമ്മുടെ ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 2ാം വോളിയത്തിൻ്റെ സെഷനായിട്ടുള്ള ഡോക്ടർ, നിങ്ങളെപ്പോലെ എനിക്കും ഒരു ഉമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കൊട്ടേഷൻ വാക്ക് എടുത്തുകൊണ്ട് നടത്തിയ നല്ല മനോഹരമായ ഒരു സെഷൻ
ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കടത്തനാൾ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി നമ്മുടെ ഡോക്ടർ സ്മിത മേനോനും അതുപോലെ തന്നെ ബീന പൂവത്തിലും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. വേദിയിൽ അടുത്ത സെഷൻ സ്വതന്ത്ര ചിന്ത കേരളത്തിന് അന്യമോ?